ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ ഇന്ന് നമ്മൾ സ്രാവ് സീരീസിലെ തേർഡ് വീഡിയോ ആണ് കേട്ടോ, മൂന്നാമത്തെ ഡിഷാണ്. അപ്പോൾ നമ്മുടെ സ്രാവ് പീര വറ്റിച്ചത്. അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മുടെ സ്രാവ് പീര വറ്റിച്ചതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 2 മീഡിയം സവാള, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ കാന്താരി മുളകും പിന്നെ കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തേങ്ങയുടെ ഫുൾ തേങ്ങ പീര എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 1 കിലോ സ്രാവുമാണ് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്രാവ് വേവിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് നമ്മൾ സ്രാവ് ഒരു ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ശൂന്യൻ മുളക് അല്ലെങ്കിൽ കാന്താരി മുളക് എന്ന് പറയുന്ന ആ മുളക് അരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഉപ്പ് എപ്പോഴും നിങ്ങൾക്ക് എത്ര ഉപ്പാണോ ആവശ്യം ആ ഒരു പാകത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇഞ്ചി ഫുള്ളായിട്ട് ഇടുന്നില്ല. ആ ഇഞ്ചി നമ്മൾ ഒരു വലിയ കഷ്ണത്തിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാം. നമ്മുടെ സവാള എടുത്ത് വെച്ചിരുന്നതിൽ ഒരു പിടി സവാള എടുത്ത് നമ്മൾ ഈ ഒരു വേവിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആ നാല് നമ്മുടെ കുടംപുളി ഒന്ന് കീറിയതിന് ശേഷം നമ്മുടെ സ്രാവിൻ്റെ നടുവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പൊത്തി കൊടുക്കുക. അതായത് അതിനെ കവർ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ പുളി ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഫൈനലി വേവാൻ ആവശ്യമായിട്ട് നമ്മൾ 1 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നേരെ നമുക്ക് അടുപ്പത്ത് വെച്ചത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് തള വന്നു കഴിയുമ്പോൾ, അതായത് തിളച്ച് വരുമ്പോഴാണ് നമ്മളത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നത് കേട്ടോ. കണ്ടോ, നമ്മുടെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നല്ല തള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൻ്റെ ഒരു വേവ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള വെള്ളം എല്ലാം വറ്റി നല്ലൊരു വെള്ളത്തിൻ്റെ എല്ലാ അംശവും പോയി നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ സ്രാവിൻ്റെ പീസസൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന രീതിയിലാണ്. അപ്പോൾ കണ്ടോ, വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി വറ്റാനുണ്ട് കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ മാറി വന്നിട്ട് കണ്ടോ, ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിനി വേറൊരു പാൻ വെച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ നമ്മുടെ ഈ പീര വറ്റിച്ചത് അല്ലെങ്കിൽ സ്രാവ് തോരൻ എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ അതുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയുടെ അളവ് കൂടുതലാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. നന്നായിട്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കണം, നമ്മുടെ ബാക്കിയുള്ള ആ ഇഞ്ചിയില്ലേ. അപ്പോൾ ആ ഇഞ്ചി, കറിവേപ്പില കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം, ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം മറന്നു, വറ്റൽ മുളക് ഈ ഒരു കടുകിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വേപ്പിലിട്ടതിന് ശേഷമാണ് വറ്റൽ മുളക് ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ആ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വറ്റൽ മുളക് ആഡ് ചെയ്ത് അത് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അതായത് നന്നായിട്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്, ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതായത് വഴണ്ടി കിട്ടുമല്ലോ. പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്രാവിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉപ്പിടുമ്പോൾ നമ്മൾ ആ ഒരു കണക്കൊക്കെ അനുസരിച്ചിടുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് ഈ സവാള. ഓക്കെ, അപ്പോൾ സവാള ഒന്ന് വാടി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ സവാളയും ജീരകവും. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നല്ല സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജീരകം ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ 2 മുറി തേങ്ങ ചെറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ജസ്റ്റ് അതായത് ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ മീനും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട്
ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട്, അതായത് നന്നായിട്ട് വെച്ചാൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ നാളികേരം. പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന മീൻ, അതായത് നമ്മുടെ സ്രാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്രാവ് ഇട്ട് കൊടുത്തതിന് ശേഷം വേറെ ഒന്നും ചെയ്യാനില്ല. നന്നായിട്ട് ഫ്രൈ ചെയ്ത്, അതായത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് കളയുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇടയിൽ നമ്മളൊരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമ്മളിതിനെ നന്നായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. നല്ല ടൈം എടുത്ത് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ട് മാറ്റി നല്ലൊരു ഡ്രൈ ഫ്രൈ, നല്ലൊരു പീര വറ്റിച്ച് നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ കേട്ടോ നന്നായിട്ട് വരണം. ഇപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടി നമ്മൾ ഡ്രൈ ആവാനുണ്ട് കേട്ടോ. നന്നായിട്ട് വറുത്ത് അതായത് ഫ്രൈ ആക്കി എടുക്കുക. നല്ല വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടോ. അപ്പോൾ കണ്ടോ നല്ല എല്ലാം വിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ സ്രാവ് പീര വറ്റിച്ചത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ സ്രാവിൻ്റെ ഒരു ഡിഷസ് ഇവിടെ തീരുകയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റെസിപ്പി സ്രാവിൻ്റെയിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്രാവ് പീര വറ്റിച്ചത് റെഡി ആയിരിക്കുകയാണ്. ഇനി എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം. ടിൽ ദെൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ എല്ലാ വീഡിയോസും കാണുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.